എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2024 കാലം സന്തോഷത്തിൻ്റെ കാലമാകുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തൊഴിൽ മേഖലയിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ ദൂരദേശ യാത്രകളെ അന്യദേശവാസം ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ മേലധികാരികളുടെ പ്രീതി കൊണ്ട് തൊഴിലിലൊക്കെ മേന്മ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ നല്ല ഉയർച്ച തന്നെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നതാണ്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പലതും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തീരുമാനങ്ങളിലൊക്കെ ഒരു ഔചിത്യം കാണിക്കുന്ന സമയം കൂടിയാണ്. എന്നാൽ ഏതെങ്കിലും ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ഒക്കെ വിയോഗം ചെറിയ മനോദുഃഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. കുടുംബാന്തരീക്ഷമൊക്കെ സന്തോഷകരമായിരിക്കും. പരസ്പര വിശ്വാസവും ധാരണയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കുറേ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങി വെച്ച ചില കാര്യങ്ങളൊക്കെ ധനനഷ്ടത്തിന് കാരണമായി വരുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്കൊക്കെ മാറ്റം കണ്ടു തുടങ്ങുന്ന സമയം കൂടിയാണ്. കർഷകർക്ക് ഒരു മെച്ചപ്പെട്ട ലാഭം കൃഷിയിൽ നിന്ന് ഈ സമയത്ത് ലഭിക്കില്ല. അതുപോലെ സഹപ്രവർത്തകരെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയല്ല ജനുവരി ഫെബ്രുവരി മാസം. അതുപോലെ വസ്തുവകകളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പിതാവിൻ്റെ സ്വത്തിനെ ചൊല്ലി ചില തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വീടുമായിട്ട് അകന്നു കഴിയേണ്ട ചെറിയ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കോപമൊക്കെ നിയന്ത്രിക്കേണ്ട സമയമാണ്. പുതിയ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമ്മളെ തേടി വരുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ വിദഗ്ധ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളിൽ നിന്നൊക്കെ സന്തോഷകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. അശുഭ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കാൻ സാധ്യതയുള്ളതിനാൽ മേലുദ്യോഗസ്ഥരുമായി ഇടപെടുന്ന കാര്യത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഓഹരി ഇടപാടുകളിൽ ഒക്കെ നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ സാഹസമായ നീക്കങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതൊക്കെ ധനനഷ്ടത്തിനിട വരുത്തുന്നതാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗം ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗം മനസ്സിന് ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ബന്ധുജനങ്ങളുമായി വഴക്കിനും ഒക്കെ ഇടവരുന്നതാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ കടബാധ്യതകൾ തീർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. സാമ്പത്തിക നേട്ടം കുറച്ചൊക്കെ കാണുന്നുണ്ട്. മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ട സമയമാണ്. അതുപോലെ ഊഹക്കച്ചവടം ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം. അവർക്ക് നല്ല സമയമല്ല മാർച്ച് ഏപ്രിൽ മാസം. ആഡംബര വസ്തുക്കളോ സുഖഭോഗ വസ്തുക്കളോ ഒക്കെ വാങ്ങാനുള്ള സമയം കൂടിയാണ്. സംബന്ധമായി നടത്തുന്ന ഇടപാടുകളൊക്കെ ശ്രദ്ധിക്കണം. മെയ് ജൂൺ മാസത്തിൽ പിതൃ സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യുക്തിക്ക് നിരക്കാത്ത ചില പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ രോഗം മനസ്സിനെ ചിലപ്പം ദുർബലപ്പെടുത്തുന്നതാണ്. വർഷത്തിൻ്റെ മധ്യത്തോടെ കാലം അനുകൂലമാകുന്നതാണ്. അതുപോലെ ധനലാഭം ഉണ്ടാകുന്നതാണ് മെയ് ജൂൺ മാസങ്ങളിൽ. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അതുപോലെ പ്രാർത്ഥനയിലെയും ആത്മീയ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ് മെയ് ജൂൺ മാസം. ഈശ്വര അധീനം കൊണ്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അയൽവക്കക്കാരുമായി അതിർത്തി തർക്കങ്ങളോ അല്ലെങ്കിൽ കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ
ഭാര്യ ഭർത്തൃബന്ധത്തിൽ ചില സ്വരച്ചേർച്ചയില്ലായ്മ ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ അധ്വാന ഭാരമൊക്കെ കൂടുന്നതാണ്. പണം ഇടപാടുകൾ നടത്തുമ്പോൾ അതൊക്കെ കരുതലോടെ ചെയ്യണം. അതുപോലെ വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് മെയ് ജൂൺ മാസം. മനസ്സിനെ അലട്ടുന്ന ചില ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുന്നതാണ്. അതുപോലെ ജോലിയിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ വാഹന ഉപയോഗം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ശത്രുക്കളിൽ നിന്നുള്ള ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് അന്യായമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്നൊരു സമയമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിലൊക്കെ ലഭിക്കാൻ ഇടയുണ്ട്. കർമ്മരംഗത്തൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുടെയൊക്കെ ഉപദേശം തേടേണ്ടതാണ്. ബന്ധുക്കൾ അകന്നു മാറുന്നതാണ്. അതുപോലെ വീടിനോട് ചേർന്നുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. മുൻകോപമൊക്കെ നിയന്ത്രിക്കേണ്ട സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതുപോലെ ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അല്പം മാറിക്കിട്ടുന്നതാണ്. ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ ചെറിയ സാമ്പത്തിക ലാഭം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ മാറിക്കിട്ടും. കുടുംബജീവിതത്തിലൊക്കെ കർശന തീരുമാനങ്ങളൊക്കെ എടുക്കും. മിത്രങ്ങളെ വിശ്വാസത്തിലെടുക്കരുത്. സെപ്റ്റംബർ ഒക്ടോബർ മാസം മിത്രങ്ങളെ ഇടപെടുന്നത് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധയോടെ വേണം. അതുപോലെ പുതിയ ഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ പഴയ ഗ്രഹം പുതുക്കി പണിയാനോ ഒക്കെയുള്ള യോഗമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുള്ള സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. അതൊക്കെ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം വരുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. പണമൊക്കെ ആർക്കും കടം കൊടുക്കുന്നതിന് മുന്നേ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുടുംബാന്തരീക്ഷമൊക്കെ സന്തോഷകരമായിരിക്കും. ധനലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇടപാട് സംബന്ധമായി ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. അടുത്ത ബന്ധുക്കളൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതാണ്. മാതാപിതാക്കളുമായി എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ വേർപാട് മനോദുഃഖത്തിന് ഇടവരുത്തുന്നതാണ്. അപ്രതീക്ഷിതമായി ചില രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത ഉപേക്ഷിക്കണം. അത് അത്ര നല്ലതല്ല. വ്യാപാരികൾക്കും കർഷകർക്കും ഒക്കെ കാലം അനുകൂലം തന്നെയാണ്. മികച്ച നേട്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നതാണ്. ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ശത്രുദോഷങ്ങൾ കുറയുന്ന സമയമാണ്. പണമിടപാടുകളൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. ജോലിയിൽ ഉയർച്ചയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ പ്രവർത്തന രംഗങ്ങളിൽ എന്തെങ്കിലും ചെറിയ തടസ്സമുണ്ടാകുമെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ സന്താനങ്ങളുടെയൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ കോടതി കേസുകളിൽ അനുകൂല വിധിയൊക്കെ പ്രതീക്ഷിക്കാം. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതൽ ഉള്ള സമയമാണ്. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അസുഖമൊക്കെ ഉള്ളത് ചെറിയ മനോദുഃഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അതുപോലെ ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിതമായ സ്നേഹം, നമ്മളോട് തോന്നുന്ന അപ്രതീക്ഷിത സ്നേഹം ചില സംശയത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുക, അതുപോലെ ഗണപതി പ്രീതി നേടുകയും ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന സർവ്വദോഷങ്ങളും 2024 മാറിക്കിട്ടുന്നതാണ്.
നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.